ഈ നൂറ്റാണ്ടിൽ വളരെ സവിശേഷമായ ഒരു ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു ബന്ധത്തെ നമ്മൾ കാണേണ്ടത് അമേരിക്കൻ സ്വാധീനത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ റഷ്യൻ ചൈനീസ് സ്വാധീനത്തിന് പുറത്തുള്ള ഒരു സവിശേഷ കൂട്ടുകെട്ടായിട്ടാണ്. ഫ്രാൻസ് നേരിടുന്ന ഒരു പ്രശ്നം നാറ്റോയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഗ്ലോബലി ആണെങ്കിലും അമേരിക്കയുടെ ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിലാണ് പലപ്പോഴും ഫ്രാൻസ് പെട്ടുപോകുന്നത്. ഫ്രാൻസ് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയെ പിണക്കാൻ കഴിയുകയുമില്ല. അമേരിക്കയുടെ ഒരു അധീനതയിൽപ്പെട്ട് അമേരിക്കൻ വലയത്തിൽ നിൽക്കാൻ ഫ്രാൻസിന് എന്തോ അടുത്ത കാലത്തായി വലിയ താല്പര്യമില്ല. സോ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ് ഫ്രാൻസ്. യൂറോപ്യൻ യൂണിയനിലാണെങ്കിലും നാറ്റോയിലാണെങ്കിലും അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഫ്രാൻസ് തന്നെയാണ്. അതേ സമയത്ത് തന്നെ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനത്തിൽ പെടാതെയും നിലനിൽക്കാനായിട്ട് നമ്മുടെ ഫ്രാൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെയും സാഹചര്യം എന്ന് പറയുന്നത്. നമ്മൾ ചൈനയുടെ സ്വാധീനത്തിൽ ഒരു കാരണവശാലും പെടില്ല. അതേസമയം റഷ്യയുമായി കൂടുതൽ ആശ്രയം നിലനിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. റഷ്യ നമ്മുടെ സുഹൃത്താണ്, ഏറ്റവും അധികം ഇന്ത്യ വിശ്വസിക്കുന്ന രാജ്യവുമാണ്. പക്ഷെ അപ്പോൾ തന്നെ ഇന്ത്യയുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് റഷ്യയെ മാത്രമായി ആശ്രയിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയുടെ ഉറ്റ മിത്രമാണ് പാകിസ്ഥാൻ. റഷ്യയാണെങ്കിൽ ചൈനയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. മറ്റൊരർത്ഥത്തിൽ ചൈനയെ വളരെയധികം റഷ്യ ആശ്രയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് എക്കണോമിയുടെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസ് ആവശ്യങ്ങൾക്ക് റഷ്യയെ മാത്രം ആശ്രയിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അമേരിക്ക ആണെങ്കിൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അമേരിക്ക നമുക്ക് തരുന്ന എന്തൊരു കാര്യത്തിന്റെ പുറകിലും പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. അത് ടെക്നോളജി ആണെങ്കിലും ആയുധമാണെങ്കിലും മറ്റ് സഹായങ്ങളാണെങ്കിലും. സോ അമേരിക്ക വളരെ കുശാഗ്ര ബുദ്ധിയുള്ള, എപ്പോഴും അമേരിക്കൻ മേധാവിത്വം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത രാജ്യമാണ്. സോ അവരുടെ ഒരു സഖ്യത്തിന്റെ ഭാഗമാകാനും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര ശക്തിയായിട്ട് ലോകത്തിന്റെ ഒരു മുൻനിരയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് എന്ന് കരുതി അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഉള്ളതുപോലെ ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ച് നമ്മുടെ വിരൽത്തുമ്പിൽ നിർത്തണം എന്ന ആഗ്രഹവും ഇന്ത്യക്കില്ല. ഇന്ത്യ ലോകം അംഗീകരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു സിവിലൈസേഷണൽ പവർ ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ അവിടെയാണ് ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും താല്പര്യങ്ങൾ ഒരുപോലെ വരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇപ്പോഴും UN സെക്യൂരിറ്റി കൗൺസിൽ മെമ്പറാണ്. അതോടൊപ്പം തന്നെ ലോകത്ത് അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആണവായുധം കയ്യിലുള്ള രാജ്യമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള രാജ്യമാണ് ഫ്രാൻസ്. സ്വന്തമായിട്ട് മിസൈൽ ടെക്നോളജിയും അവർക്കുണ്ട്, സബ്മറൈൻ ടെക്നോളജിയും ഉണ്ട്. ഇപ്പോൾ ബ്രിട്ടന്റെ കാര്യം എടുത്താൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ ഭയങ്കരമായിട്ട് ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ് ബ്രിട്ടൻ. ഫ്രാൻസ് അങ്ങനെയല്ല. അവർക്ക് സ്വയം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, സബ്മറൈൻ ടെക്നോളജി ഉണ്ട്, എയർക്രാഫ്റ്റ് സ്വന്തമായിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എഞ്ചിൻ അവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ പല ടെക്നോളജിയിലും അവർക്ക് സ്വയം പര്യാപ്തതയുണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും അവർക്ക് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ് പല കാരണങ്ങൾ കൊണ്ട്. സോ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രാൻസും ഒരു സ്വതന്ത്ര പരമാധികാര ശക്തിയായിട്ട് ലോകത്ത് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് ഈ നൂറ്റാണ്ടിലുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസങ്ങളുടെ ഫ്രാൻസ് സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പരിശോധിച്ചാൽ ഈ ഒരു ഡ്രീം രണ്ട് രാജ്യങ്ങൾക്കും ഭയങ്കരമായിട്ടുള്ളതായി കാണാം. പ്രധാനമന്ത്രി മോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്ന് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്നോവേഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 2026 വർഷത്തെ ഇന്ത്യ ഫ്രാൻസ് ഇന്നോവേഷൻ വർഷമായിട്ട് രണ്ട് രാജ്യങ്ങളും ആഘോഷിക്കുകയാണ്. 100-ലധികം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളാണ് തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ യൂറോപ്യൻ നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് എത്തിയത്. ഇരു നേതാക്കളും തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തിയിട്ടുമുണ്ട്. സാങ്കേതിക വിദ്യയ്ക്ക് പുറമെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിനെ കുറിച്ചും ഫ്രാൻസും ഇന്ത്യയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരു വീഡിയോ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം പങ്കുവച്ചു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടാണ് അദ്ദേഹം പങ്കുവച്ചത്. ദുരന്തർ എന്ന് പറയുന്ന വളരെ ഇപ്പോൾ പോപ്പുലർ ആയിട്ട് മാറിയ ഇന്ത്യൻ മൂവിയുടെ ഒരു ട്രാക്കാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കൊടുത്തത്. വൻ വൈറലായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഇന്ത്യ ഫ്രാൻസ് ബന്ധം ഏത് ലെവലിലാണെന്ന് നിൽക്കുന്നത് എന്നതിന്റെ തെളിവാണ്. ഒരു ഇന്ത്യൻ മൂവിയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മൂവിയാണ്. ആ മൂവിക്കകത്ത് ഇന്ത്യയുടെ സൈനിക ശേഷി, ഇന്റലിജൻസ് കരുത്ത്, സാങ്കേതിക മികവ് ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അതിലെ ഒരു പോപ്പുലർ ട്രാക്ക് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് മോദിയുമായിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യക്ക് ഫ്രാൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്.
ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് ഒരു ഇന്നോവേഷൻ റോഡ് മാപ്പ് 2030 ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ സാങ്കേതികപരമായി കൂടുതൽ മേഖലകളിൽ സഹകരിക്കാനുള്ള വലിയ സാധ്യതകൾ ഇത് തുറന്നിടുകയാണ്. സോ ഈ നൂറ്റാണ്ടിലെ സവിശേഷ ബന്ധമായിട്ട് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മാറുകയാണ്. ഈ നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യക്കെതിരെ അമേരിക്കയും പാശ്ചാത്യ ലോകവും പലപ്പോഴും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ പോലും അതിലൊന്നും പെടാതെ മാറി നിന്ന ഒരു ചരിത്രം കൂടി ഫ്രാൻസിനുണ്ട്. അപ്പൊ ഇന്ത്യ ഫ്രാൻസ് ബന്ധം പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഇന്ത്യയുമായിട്ടൊരു സവിശേഷ ബന്ധം തുടരാൻ ഫ്രാൻസ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മോദിയും മാക്രോണും ആ ഒരു റിലേഷൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും ട്രസ്റ്റഡ് പാർട്ണറായിട്ട് ഫ്രാൻസ് മാറുകയാണ്. യൂറോപ്പിലെ ഏറ്റവും പവർഫുൾ രാജ്യമായ ഫ്രാൻസ്, അതെടുത്ത് നമ്മൾ കാണേണ്ട കാര്യം. സോ പവർഫുൾ ആയിട്ടുള്ള ഫ്രാൻസുമായിട്ട് നമ്മളൊരു പവർഫുൾ റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിലൂടെ നിലവിലെ ലോകക്രമത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ശക്തിയായിട്ട് ഈ കൂട്ടുകെട്ട് മാറുമെന്നതിൽ തർക്കമൊന്നുമില്ല. മൾട്ടിപോളാർ വേൾഡിൽ ഫ്രാൻസും ഇന്ത്യയും തങ്ങളുടേതായ ഒരു പൊസിഷൻ ഇതിനോടകം തന്നെ നേടിയെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.